ശബരിമല റെയിൽപാത ഇനി എന്ന് യാഥാർത്ഥ്യമാകാൻ ഉടനെയൊന്നും യാഥാർത്ഥ്യമാകില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പ്രധാന കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പുതിയ നിലപാടുകൾ തന്നെ. അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരിപാത 1998 തുടങ്ങി വെച്ചതാണ്. സ്ഥലമേറ്റെടുപ്പും അവിടുന്ന് കാലടി വരെയുള്ള റെയിൽപാത നിർമ്മാണവും അങ്കമാലി കാലടി വരെ പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. 26 വർഷം, കാൽ നൂറ്റാണ്ട്, 111 കിലോമീറ്റർ ദൂരമുള്ള അങ്കമാലി ശബരിപാത എരുമേലി വരെ പണിയാൻ 26 വർഷമായിട്ടും ഈ രാജ്യത്ത് റെയിൽവേ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 111 കിലോമീറ്റർ 26 വർഷം. ഇതാണ് നമ്മുടെ എൻജിനീയറിങ്. നമ്മൾ വളരെ സ്മാർട്ടായി എന്നല്ലേ പറയുന്നത്. എവിടെ സ്മാർട്ടാവുന്നു? ഇപ്പം ലേറ്റസ്റ്റ് എന്താണ്? ശബരി റെയിൽ അങ്കമാലി എരുമേലി ഇരട്ടപ്പാത വേണമെന്ന് പുതിയ ഉടക്ക് ന്യായം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്രോജക്റ്റ് വിഭാഗം, കൺസ്ട്രക്ഷൻ വിഭാഗം റെയിൽവേയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. ഒറ്റപ്പാത ഇരട്ടപ്പാത, ഒറ്റയടിക്ക് ഇരട്ടപ്പാത ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പദ്ധതി ചെലവ് ഇരട്ടിയോളം ആകും, ഇരട്ടിയിലധികമാകും എന്ന് വേണേൽ പറയാം. അതിൻ്റെ അർത്ഥം ഉടനെയൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല എന്നല്ലേ? അതായത് ആദ്യ എസ്റ്റിമേറ്റ് 2006 പദ്ധതി പുതുക്കിയിട്ട് കേന്ദ്രവും കേരളവും തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ്, ധാരണാപത്രം പ്രകാരം ഇത്രയും കോടി രൂപയ്ക്ക് 3810 കോടി രൂപയ്ക്ക് അങ്കമാലി മുതൽ ശബരി പാത എരുമേലി വരെ തീർക്കാനായിരുന്നു 2016 ധാരണ. 3810 കോടി രൂപ. അതാണിപ്പോൾ റെയിൽവേ പുതിയ ഉടക്ക് ന്യായം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് പറ്റില്ല, ഇരട്ടപ്പാത ആദ്യം മുതലേ വേണം. അപ്പോൾ അതിന് 10,000 കോടി രൂപയോളം ആവും. ഈ പ്രോജക്റ്റിൻ്റെ പകുതി കേന്ദ്ര സർക്കാരും പകുതി കേരള സർക്കാരുമാണ് വഹിക്കുന്നത്. അതായത് 3810 കോടി, ഇതിൽ 50% കേന്ദ്രവും 50% സംസ്ഥാനവും. അതാണ് ധാരണാപത്രം. പക്ഷെ അതിപ്പോൾ 10,000 കോടി ആയാൽ അതിൻ്റെ പകുതി 5,000 കോടി എങ്ങനെ കേരളം ഉണ്ടാക്കും? ഇപ്പം വിഴിഞ്ഞം പദ്ധതി തന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിലുള്ള തർക്കം തുടരുന്നു. ഗ്രാൻഡ് ലോണായതിൻ്റെ പ്രശ്നങ്ങൾ. ഇനി ഇതിന് ഇരട്ടപ്പാത എന്ന് പറഞ്ഞിട്ട് ഇതിന് 5,000 കോടി കേരളം എവിടുന്ന് കണ്ടെത്തും? കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അങ്കമാലി എരുമേലി ശബരിപാതയുടെ എക്സ്റ്റൻഷനായിട്ട് പുനലൂർ, പുതിയ നിർദ്ദേശങ്ങൾ വന്നത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത് പുനലൂർ ടു വിഴിഞ്ഞം വലിയ പ്രോജക്റ്റാണ്. അതായത് അങ്കമാലിയിൽ നിന്ന് ശബരി റെയിൽ എരുമേലി വരെ എത്തിയിട്ട് ശബരിമല തീർത്ഥാടകരെ ഇവിടെ എത്തിച്ചിട്ട് ഇതൊരു വലിയ വ്യവസായ ഇടനാഴിയായിട്ട് 3-4 ജില്ലകൾ മാറാൻ പറ്റുന്ന വലിയ പദ്ധതിയായിട്ട് ശബരി റെയിലും മാറാൻ അതിൻ്റെ സെക്കൻഡ് ഫേസ്, 2ാം ഘട്ടം കേരളം അതേപറ്റി ചിന്തിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ പാര വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ പാര എന്താണ്? അത് വിഴിഞ്ഞത്തിനിട്ടുള്ള പാരയാണ്. ഒരിക്കലും ഒരു റെയിൽവേ ലൈൻ ഈ വഴിയിൽ കൂടി വിഴിഞ്ഞത്തെത്തില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് കേന്ദ്രം ഈ പ്രോജക്റ്റ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വഴി. എന്തേ ഇരട്ടപ്പാത തന്നെ ആദ്യം വേണമെന്ന് ഈ നിർബന്ധം? ആദ്യം ഒറ്റപ്പാതയല്ല പലയിടത്തും റെയിൽവേ നിർമ്മിക്കുന്നത്. ഇരട്ടപ്പാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുക്കും, അല്ലെ 3ാം പാതയ്ക്ക് വരെയുള്ള സ്ഥലം ഏറ്റെടുക്കും. പക്ഷെ ആദ്യം ഒരു പാത നിർമ്മിക്കും ചെലവ് കുറയ്ക്കാൻ വേണ്ടി. അത് ഇരട്ടപ്പാതയാക്കിയാൽ ഇരട്ട ചെലവല്ലേ? എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഈ പദ്ധതി ഉടനെ നടക്കരുത്. ഇനി റിവൈസ്ഡ് പ്ലാൻ എസ്റ്റിമേറ്റ് എത്ര താളെടുക്കും? ഭൂമി കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരും പല സ്ഥലങ്ങളിലും. അപ്പം വീണ്ടും ഭൂമി ഏറ്റെടുക്കൽ യജ്ഞം, അതിന് നാട്ടുകാരുടെ എതിർപ്പ്, അവിടെ കുറ്റി ഇവിടെ കുറ്റി എറിയുക, കുറ്റിയിടുക, തർക്കങ്ങൾ, പദ്ധതി നീണ്ടുപോകും. ചുരുക്കി പറഞ്ഞാൽ അടുത്ത കാല നൂറ്റാണ്ടിനകത്ത് ഇത് നടക്കുമോ എന്ന് ആർക്കറിയാം? മാനത്തിങ്ങനെ നോക്കി പറയുക എന്നല്ലാണ്ട്. 26 വർഷമായിട്ട് ഇത് അങ്കമാലി മുതൽ കാലടി വരെ അവിടെ നിൽക്കുക. 111 കിലോമീറ്റർ എരുമേലിയിൽ എത്താത്ത റെയിൽ പാത. ഇതിനിടെ കേന്ദ്രം വേറൊന്ന് വെച്ച് ചെങ്ങന്നൂർ പമ്പ പാത. അപ്പം അതിനെപ്പറ്റി കേൾക്കുന്നില്ല. കാരണം ചെങ്ങന്നൂർ പമ്പ പാത ബദൽ വന്നാൽ അത് പമ്പ വരെയുള്ളൂ, എരുമേലി പോവില്ല. അത് ചെങ്ങന്നൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പമ്പ വരെ. പിന്നെ വിഴിഞ്ഞുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം വിഴിഞ്ഞുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പദ്ധതി ഇതായതുകൊണ്ടാണ് മറ്റേത് ഭരണത്ത് കയറ്റിയത്. ചെങ്ങന്നൂർ പമ്പ കേന്ദ്ര റെയിൽവേ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്.
ഇപ്പം വിഴിഞ്ഞം വരുമ്പോൾ ഇത് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം അതിന് എതിര് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഇത് വിഴിഞ്ഞത്ത് എത്തരുത്, ഇതിനിട്ട് പാര എങ്ങനെ വഴിയാ, ഇതുടനെ നടക്കരുത് എന്ന് വിചാരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. പുതിയ ഇരട്ടപ്പാത വേണം. ഇരട്ടടിയാണ് കേരളത്തിന് കേന്ദ്രം തന്നുകൊണ്ടിരിക്കുന്നത്. ശബരി റെയിലിൽ വരെ വിഴിഞ്ഞത്ത്. അപ്പോൾ കേരളം ഈയിടെ പ്രഖ്യാപിച്ച ഈ ശബരി റെയിൽ എരുമേലി പുനലൂർ പിന്നെ പത്തനംതിട്ട, പത്തനാപുരം, പത്തനംതിട്ട, റാന്നി കഴിഞ്ഞ് പത്തനംതിട്ട, അതായത് പുനലൂർ, പത്തനാപുരം, പത്തനംതിട്ട, റാന്നി, എരുമേലി, ഈ ലിങ്ക് ഇങ്ങനെ പോയി കഴിയുമ്പോഴേ പുനലൂരിൽ നേരെ പിന്നെ എങ്ങോട്ട് പോകുന്ന ഈ റെയിൽ അങ്ങോട്ട് തിരിച്ച് തെക്കോട്ടുള്ള ലൈൻ എടുക്കുക. ഇത് എരുമേലിയിൽ നിന്ന് പുനലൂരെത്തുന്നു, പുനലൂരിൽ നിന്ന് വെഞ്ഞാറമൂട്, നെടുമങ്ങാട് വഴി വിഴിഞ്ഞത്തേക്ക്. അതാണ് ഈ ബൃഹത്തായ ലൈൻ. അതായത് അങ്കമാലി ടു വിഴിഞ്ഞം വരെ ഒരു റെയിൽ ലൈൻ മലയോര മേഖലയിൽ കൂടി പോവുകയാണ്. ശബരിമലയ്ക്കും വിഴിഞ്ഞത്തിനും കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ കൊറിഡോർ പദ്ധതി, ഇടനാഴി, വ്യവസായ ഇടനാഴി, ട്രയാങ്കിൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ചേർത്തുള്ള ട്രയാങ്കിൾ വികസനം, ഇതെല്ലാം ഈ റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിനെയൊക്കെയാണ് ഇപ്പോൾ റെയിൽവേ അട്ടിമറിക്കുന്നത്. ഈ ഒരൊറ്റ വിഷയത്തിൽ ശബരി റെയിൽ ഇരട്ടപ്പാത വേണമെന്ന് നിർബന്ധിക്കുന്ന ഈ ഒരു നിർബന്ധമുണ്ടല്ലോ. ഇതിനിപ്പോൾ ഓൾറെഡി ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രവും കേരളവും തുല്യ ഫണ്ട് വഹിക്കുന്നു. പിന്നെ അതോടൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. അതായത് കേന്ദ്രവും കേരളവും തുല്യ പങ്കാളിത്തം വഹിക്കുമ്പോൾ കേന്ദ്രം തവണകളായിട്ട്, ഗഡുക്കളായിട്ട് തുക കേന്ദ്രത്തിന് കൊടുക്കുക റെയിൽവേ നിർമ്മാണത്തിൽ. അതിന് വൈകിയാൽ അത് കേന്ദ്രവും കേരളവും റിസർവ് ബാങ്കും കൂടെ ചേരുമ്പോൾ റിസർവ് ബാങ്ക് ആ പണം കൊടുത്തിട്ട് കേരളത്തിൻ്റെ കേന്ദ്ര വിഹിതത്തിൽ അത് കുറവ് ചെയ്യുക. എങ്ങനെയൊക്കെയുള്ള എഗ്രിമെൻ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ഇരട്ടപ്പാതയാക്കുമ്പോൾ ഇതെല്ലാം മാറ്റിമറിക്കേണ്ടി വരും. അങ്ങനെ എന്തൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും കേരളം മുന്നോട്ട് പോകരുത്. ഏത് പദ്ധതിക്കും സിൽവർ ലൈൻ ആവട്ടെ, കേരളയിലാവട്ടെ, അതിന് വേറെ ബദൽ പാത പണിയുക, അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. ആ വിഷയം വേറെ പറയാം. ഇപ്പം ഇത് ശബരി റെയിലിനിട്ട് ഇങ്ങനെ അട്ടിമറി സൃഷ്ടിക്കുക, ഇരട്ടടി നൽകുക, ഇരട്ടപ്പാത എന്ന പേരും പറഞ്ഞിട്ട് പദ്ധതി നീട്ടുക, ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്.